മുൻപ് ശ്രീ അഹമ്മദ് ദേവർകോവിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ, സർക്കാരിന്റെ യാത്രയെ, താങ്കൾ കൂടി പങ്കെടുത്ത യാത്രയെ, നവകേരള സദസ്സിനെയാണ് മറ്റ് പാനലിസ്റ്റുകൾ ഇത്രയും നേരം വിലയിരുത്തിയത്. താങ്കൾ ആ ബസ്സിൽ സഞ്ചരിക്കുന്ന ക്യാബിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഉചിതമായ യാത്രയയപ്പ് നൽകിയില്ല എന്ന ഒരു വിമർശനം താങ്കളുടെ സുഹൃത്തു കൂടിയായ ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ ഉയർത്തുന്നത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഈ യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് പൂർത്തിയാകുമ്പോൾ യാത്രയ്ക്ക് മുൻപുണ്ടായിരുന്ന അതേ ആത്മവിശ്വാസം താങ്കൾക്ക് തോന്നിയിരുന്നു? അതോ ഈ വഴിനീളെയുള്ള അടിയും രക്ഷാപ്രവർത്തനം എന്നുള്ള വിശേഷിപ്പിക്കലും അങ്ങനെയുള്ള മറ്റ് ശോഭ കെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിനിടയിൽ കേരളം കണ്ട ഒരു സാഹചര്യം കൂടി മുൻനിർത്തി നോക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടിയിരുന്നു എന്ന് താങ്കൾക്ക് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ, ശ്രീ അഹമ്മദ് ദേവർകോവിൽ? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒന്നിച്ചു ചേർന്ന് ഭരണീയരെ കാണാൻ എല്ലാ മണ്ഡലങ്ങളിലേക്കും അങ്ങോട്ട് ചെല്ലുന്നൊരു സാഹചര്യം. ഇത് ലോക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമാണ് എന്ന് പറയാൻ സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ ഇത് മാതൃകയായിക്കൂടായികയില്ല. ആ രീതിയിലുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ്. നമുക്ക് ഓരോ സ്ഥലത്തെയും സ്വീകരണ പരിപാടി കണ്ടാൽ നമുക്കറിയാൻ കഴിയുന്നത് ആബാലവൃദ്ധം ജനങ്ങൾ രാഷ്ട്രീയത്തിനുപരിയായി ഒരു സാധാരണ ജനത എന്ന ഒരു രീതിയിൽ തന്നെ ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാം എന്ന നിലക്ക് ഇതുമായി സഹകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ പൈവളികയിലാണ് പ്രഥമ പരിപാടി നടന്നത്. അവിടെ ഒരിക്കലും തന്നെ അത്ര വലിയൊരു ജനക്കൂട്ടത്തെ ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ വമ്പിച്ച ജനക്കൂട്ടമാണ് പൈവളികയിലുണ്ടായത്. പിന്നീട് വന്ന ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഒന്നിനൊന്ന് മെച്ചമെന്ന രീതിയിൽ ജനങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ പ്രഭാത യോഗങ്ങളിൽ പങ്കെടുക്കുന്ന വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക മത രംഗങ്ങളിലൊക്കെയുള്ള ആളുകൾ അവരുടേതായ ആവശ്യങ്ങൾ അവിടെ തുറന്ന് സംവദിക്കുകയാണ്. രാഷ്ട്രീയമായി അവിടെ പോകരുത് എന്ന വിലക്കുണ്ടായിട്ട് പോലും ഉത്തരവാദപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ പല പ്രഭാത സദസ്സുകളിലും പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞത് വിലക്കുകൾ ലംഘിച്ചുകൊണ്ടാണ് ഞങ്ങളിതിൽ പങ്കെടുക്കുന്നത് എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പരിപാടി മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതും ഇവിടെ ഞങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ പരിദേവനങ്ങളും അവതരിപ്പിക്കേണ്ടതും ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് ജനങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്. അത് ഓരോരോ ജില്ലകൾ കടക്കുമ്പോഴും വലിയ രീതിയിൽ അത് വളർന്നു വരുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് പിന്നീട് നമുക്ക് കല്യാശ്ശേരിയിൽ കടക്കുമ്പോൾ മാത്രം കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ ഒരുപാട് കണ്ടവരാണ് നമ്മൾ. പ്രതിഷേധങ്ങൾ നടത്തുന്നവർ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് പറയണം. അത് തടയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ആരെങ്കിലും ഒരു ആത്മഹത്യാശ്രമം നടത്തിയാൽ അത് തടയാൻ KPCC പ്രസിഡന്റിന് അനുവാദം വേണം എന്ന് പറയുന്നത് ആരുടെ ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടായൊരു പ്രശ്നത്തെ ആ സ്പോട്ടിൽ തടയുന്നൊരു സാഹചര്യമുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു തരത്തിലും ഈ ജാഥയുടെ ഈ നവകേരള സദസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ബാധിക്കുന്നില്ല. നവകേരള സദസ്സ് ഗവൺമെൻറ് സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഭാവി നവകേരളം കെട്ടിപ്പടുക്കാൻ ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മുടെ വോട്ടർമാരുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിനുമുള്ള സദസ്സാണ്. ആ അർത്ഥത്തിൽ അത് വലിയ വിജയമായി മാറിയെന്നാണ് അതിൻ്റെ അവസാനത്തെ സമാപന സമ്മേളനം പോലും തെളിയിക്കുന്നത്. ഓരോ സമ്മേളനങ്ങളും അതിനെതിരെ അക്രമങ്ങൾ ഉണ്ടായപ്പോൾ പോലും ജനങ്ങൾ പിന്തുണയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പിന്നീട് നടന്ന ഓരോ സമ്മേളനങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കും. കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമായി മാറിയിട്ടുണ്ട്. അവർ വലിയ പ്രതീക്ഷയാണ് ഈ നവകേരള സദസ്സിൽ പുലർത്തിയത് എന്ന് തെളിയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ. കാരണം നമുക്കറിയാം, ഈ നിവേദനങ്ങളുടെ വലിയ സംഖ്യ തന്നെ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകളുടെ പരാതികൾക്ക് ജില്ലാതലങ്ങളിൽ പരിഹരിക്കേണ്ടവർക്ക് 14 ദിവസത്തിനകം പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലാണ് പ്രഥമ പരിപാടി നടന്നത്. അവിടെ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ജാഥ മുന്നോട്ട് പോയത്. മറ്റുള്ളവ ഒക്കെ തന്നെ 45 ദിവസത്തിനകവും പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പരിഹരിക്കുക തന്നെ ചെയ്യും. നേരത്തെ നമുക്കറിയാം, താലൂക്ക് അദാലത്തുകൾ മന്ത്രിമാർ പങ്കെടുത്ത് നടത്തിയിരുന്നു. ആ അദാലത്തുകൾ വന്ന പരാതികൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. കുറച്ച് കേസുകളൊക്കെ പെൻഡിങ് വന്നു എന്നത് ശരിയാണ്. അതുകൂടെ ഇതിൽ പരിഹരിച്ചുകൊണ്ട് തന്നെ ഒരു നവകേരള സൃഷ്ടിക്കായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.